ഗുഡ് മോർണിംഗ്. ഐ ആം ഷംല ആഷിഖ്. ഇന്ന് നല്ലൊരു വെൽനസ് ടിപ്പുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയായ രാസപരീക്ഷണശാല എന്നറിയപ്പെടുന്ന മാലിന്യങ്ങളെയും മറ്റ് ആവശ്യമില്ലാത്ത വസ്തുക്കളെയും സംസ്കരിച്ച് ക്ലീൻ ആക്കി മാറ്റുന്ന വയറിന് മുകളിൽ വലതുവശത്തായി വാരിയലുകൾക്കടിയിൽ കാണപ്പെടുന്ന ഒരു ഓർഗനെ കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ദാറ്റ് ഈസ് ലിവർ. കാരണം റീസെന്റ് ഇയേഴ്സ് ആയി ഭൂരിഭാഗം ആളുകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിസീസാണ് ഫാറ്റി ലിവർ. നമ്മുടെ ലിവറിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി കിടക്കുന്ന അവസ്ഥയെയാണ് ഫാറ്റി ലിവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂരിഭാഗം ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെയും ഒറിജിൻ എന്ന് പറയുന്നതും ഈ ഫാറ്റി ലിവർ ആണ്. നമുക്ക് കേൾക്കാറുണ്ട്, തൈറോയിഡിന് മെഡിസിൻ എടുത്തിട്ട് തൈറോയിഡ് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, ഫൈബ്രോയിഡ്സിന്റെ ഇഷ്യൂ, ഇങ്ങനെ ഇത്തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഈ ഫാറ്റി ലിവറുമായിട്ട് പരസ്പരം കണക്റ്റഡ് ആണ്. ഓൾറെഡി നമ്മുടെ ബോഡി ചില കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഫേസിന്റെ നെറ്റിയുടെ ഇരുവശങ്ങളിലായിട്ട് മൾട്ടിപ്പിൾ കളേഴ്സ് വരിക, ഉറങ്ങുമ്പോൾ ഉയർന്ന ശബ്ദത്തിൽ കൂർക്കം വലിക്കുക, കൈകാലുകൾ ശോഷിച്ചു വരിക, ചെസ്റ്റിന്റെ സെൻട്രൽ പൊസിഷൻ വളരെ ശോഷിച്ചിരിക്കുക, കണങ്കാലിന് സൈഡിലായിട്ട് ചെറിയ ചെറിയ കുഞ്ഞു നരമ്പുകൾ ബ്ലാക്ക് കളറിൽ പ്രത്യക്ഷപ്പെടുക, പാദത്തിന് അടിയിലായി സെൻട്രൽ പൊസിഷനിൽ ചൊറിച്ചൽ അനുഭവപ്പെടുക, വളരെയധികമുള്ള ക്ഷീണം, BP, കൊളസ്ട്രോൾ, LDL, ഷുഗർ ഇവ കൺട്രോൾ വരാത്ത അവസ്ഥ, ഇങ്ങനെയെല്ലാം നമ്മുടെ ശരീരം സിംറ്റംസ് നമുക്ക് കാണിച്ചു തരാറുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ ലിവറിൽ ഇത്രയധികം കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നു? ഗ്രേഡ് 1 ആവുന്നു, ഗ്രേഡ് 2 ആവുന്നു, ഇൻഫ്ലമേഷൻ വരുന്നു, സിറോസിസിലേക്ക് പോകുന്നു, ലാസ്റ്റ് ക്യാൻസറിലേക്ക് അത് നയിക്കുന്നു. നാമെല്ലാം വിചാരിച്ചത് മദ്യം യൂസ് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ലിവറിൽ ഇഷ്യൂസ് വരിക എന്നുള്ളതാണ്. പക്ഷെ തെറ്റാണ്. മദ്യം യൂസ് ചെയ്യാത്ത വ്യക്തികൾക്കും സ്ത്രീകളിലും ഈ ഒരു ഫാറ്റി ലിവർ ഇഷ്യൂസ് കാണപ്പെടാറുണ്ട്. നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി, എക്സസൈസ് ചെയ്യാത്ത ഒരു അവസ്ഥ, ഇതെല്ലാം ഈ ഒരു കണ്ടീഷനിലേക്ക് നയിക്കുന്നുണ്ട്. മലയാളികളുടെ ഇഷ്ടഭക്ഷണമായ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ, ചോറ്, വീറ്റ്, ബേക്കറീസ്, പഞ്ചസാര, കിഴങ്ങ് വർഗ്ഗങ്ങൾ, അപ്പൊ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നോക്കിയാൽ ഇതിന്റെ എൻഡ് പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് ആണ്. മദ്യം എന്ന് പറയുന്നത് ധാന്യങ്ങളിൽ നിന്ന് ഫെർമെന്റായി ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ എൻഡ് പ്രൊഡക്റ്റും ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ടാണ് മദ്യപിക്കാത്ത വ്യക്തികളിലും സ്ത്രീകളിലും ഇത്തരം ഇഷ്യൂസ് കാണപ്പെടാറുള്ളത്. നോർമലി നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് നല്ല ഫാറ്റ് നമ്മുടെ ബോഡിക്ക് കിട്ടേണ്ടത്. പക്ഷേ ഇത്തരത്തിലുള്ള ഭക്ഷണ രീതികൾ കൊണ്ട് അത് കിട്ടാതെ വരുന്ന സമയത്ത് ലിവർ ഇതിനെ ഫാറ്റ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഓവർലോഡ് ലിവറിന് വരുന്ന സമയത്ത് ലിവറിന്റെ പ്രധാന ധർമ്മമായ ഡീടോക്സിഫിക്കേഷൻ എന്ന പ്രോസസ്സിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് ഇങ്ങനെ ഫാറ്റുകൾ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫാറ്റുകൾ പിന്നീട് സ്കിന്നിനടിയിലേക്കും സ്ത്രീകളിൽ പ്രത്യേകിച്ച് യൂട്രസിന് ഉള്ളിൽ ഫൈബ്രോയിഡ്സ് രൂപത്തിലും തൈറോയ്ഡ് രൂപത്തിലും രൂപാന്തരപ്പെടുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാതെ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നാം എടുക്കുമ്പോൾ ഈ ഭക്ഷണത്തിന്റെ എനർജിയെ ഫാറ്റാക്കി കൺവേർട്ട് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതും ഫാറ്റിന്റെ ഡെപ്പോസിറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? സോ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് കരളിന്റെ ഹെൽത്തിന് തന്നെയാണ്. അതിനായി മോദി കെയർ ഒരു വണ്ടർഫുൾ ഫുഡ് സപ്ലിമെന്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ലിവർ റീജൻ. ഈ ഒരു ഫുഡ് സപ്ലിമെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സൈവേദിക് പ്രൊഡക്റ്റ് ആണ്. കൂടാതെ FSSAIയുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് ലിവർ റീജൻ. ഇതിൽ 2 തരം എക്സ്ട്രാക്റ്റ് ആണ് ഉള്ളത്. ഒന്ന് മിൽക്ക് തിസിൽ, 2 ഫിലന്തസ് അമാരസ് എക്സ്ട്രാക്ട്. മിൽക്ക് തിസിൽ എന്നത് ഒരു തരം പ്ലാന്റ് ആണ്, ഹെർബ് ആണ്. നല്ലൊരു ആന്റി ഇൻഫ്ലമേറ്ററി ബെനിഫിറ്റ് നേടിത്തരുന്ന ഒരു പ്ലാന്റും കൂടിയാണ്. നമ്മുടെ കരളിന് ഏതെങ്കിലും തരത്തിൽ നീർവീക്കം അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാൻ ഈ ഒരു പ്ലാന്റിന് കഴിവുണ്ട്. നല്ലൊരു ഡീടോക്സിഫയർ ആണ്. ഡീടോക്സിഫയർ മാത്രമല്ല, നല്ലൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണ് ഈ ഒരു പ്ലാന്റ്. ഇതിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് സിലിമാരിൻ എന്ന കോമ്പൗണ്ട് ആണ്.
ആന്റി ഓക്സിഡന്റ് എന്ന് വെച്ചാൽ നമ്മളുടെ കരളിനെ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഫുഡിലൂടെയോ മറ്റുള്ള ടോക്സിക് സബ്സ്റ്റൻസ് വഴിയോ എന്തെങ്കിലും തരത്തിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കരളിന്റെ സെല്ലിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ റിപ്പയർ ചെയ്തെടുക്കാനും ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള സെല്ലുകളിൽ ഡാമേജ് വരാതിരിക്കാനുമായിട്ടാണ് ഈ ഒരു കോമ്പൗണ്ട് നമ്മളെ സഹായിക്കുന്നത്. കൂടാതെ റീജനറേറ്റ് ചെയ്യാനുള്ള കരളിന്റെ കഴിവിനെ ഇത് ബൂസ്റ്റ് ചെയ്തെടുക്കുന്നു. അതുപോലെ തന്നെ സിറോസിസ്, ഫൈബ്രോയിഡ്സ് പോലെയുള്ള ഡിസീസിനെ പ്രതിരോധിക്കാനും ഇതിന് കഴിവുണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങൾ നേടിത്തരുന്ന ഒരു പ്ലാന്റ് ആണ് മിൽക്ക് തിസിൽ. ദെൻ സെക്കൻഡ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഫിലന്തസ് അമാരസ് എന്ന പ്ലാന്റ് ആണ്. മലയാളികൾക്ക് ഏറെ പരിചിതമായ വേർഡാണ് കീഴാർനെല്ലി. മഞ്ഞപ്പിത്തം ഉണ്ടാവുന്ന സമയത്ത് കീഴാർനെല്ലി അരച്ച് പാലിൽ കുടിക്കുന്ന ഒരു ശീലം പൊതുവെ മലയാളികൾക്കുണ്ട്. ഇത് നല്ലൊരു ആന്റി വൈറൽ ആണ്. ലിവറിലെ എൻസൈംസ് ലെവൽ നോർമൽ ആക്കാൻ ഈ ഒരു കീഴാർനെല്ലിക്ക് കഴിയും. കൂടാതെ ലിവർ റീജൻ എന്നൊരു പ്രൊഡക്റ്റിൽ വൈറ്റമിൻ സി, ബ്ലാക്ക് പെപ്പർ, ടർമറിക്, അതുപോലെ തന്നെ നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആയ വൈറ്റമിൻ B5, ബീറ്റ കരോട്ടിൻ, ഫോളിക് ആസിഡ്, നല്ലൊരു ഇമ്മ്യൂൺ സിസ്റ്റം പ്രദാനം ചെയ്യുന്ന സെലേനിയം എന്നിവയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആർക്കെല്ലാം ഇത് ഉപയോഗിക്കാം? ഹൈ സ്ട്രെസ് അനുഭവിക്കുന്നവർക്കും ഹൈ ഹെൽത്ത് കോൺഷ്യസ് പീപ്പിൾസിനും, നേരത്തെ മദ്യപാനം എന്നൊരു പാസ്റ്റ് ഹിസ്റ്ററി ഉള്ളവർക്കും, ഹൈ ലെവലിൽ മദ്യം യൂസ് ചെയ്യുന്ന വ്യക്തികൾക്കും, ശരീരത്തിന് നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു ഫ്രൂട്ട് സപ്ലിമെന്റ് യൂസ് ചെയ്യാം. ഡെയിലി മീൽസിന് ശേഷം ഒരു ടാബ്ലറ്റ് വീതം യൂസ് ചെയ്യാം. എല്ലാവരും ഉപയോഗിക്കുക. നമ്മുടെ കരളിനെ പ്രൊട്ടക്ട് ചെയ്യുക, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക, വെൽനെസ് ആയിട്ട് ജീവിക്കുക. ഓൾ ദി ബെസ്റ്റ്.